ഞാനും ദുർഗയും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പുറത്ത് പോയി. RTA ബസ്സിൽ അവൾ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ടാണ് അവളുടെ മുഖം ഇങ്ങനെ പാനിക്കായിരിക്കുന്നത്. ഇതുവരെ RTA ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുലിയായിട്ട് ഇറങ്ങിയ അവൾ എലിയായിട്ടിരിക്കുന്ന കാഴ്ചയാണിത്. ഞങ്ങൾ നേരെ പോയത് ലുലു സ്റ്റേഡിയത്തിലേക്കാണ്. ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ബസ്സിൽ കയറിയ ഉടനെ ദുർഗ ഉറങ്ങി. പിന്നെ ലുലു എത്തി. അവിടെ കുറച്ച് സമയം കറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ സൽക്കാരയിലേക്ക് പോയി. സൽക്കാര ഹോട്ടലിലേക്ക് പോയി. അവിടെ ആകുമ്പോൾ നമ്മൾ നാട്ടിൽ രുചിയുള്ള ബിരിയാണി കഴിക്കാമല്ലോ. ദുർഗയ്ക്ക് ബിരിയാണി നല്ല ഇഷ്ടമാണ്. അവൾ നന്നായിട്ട് കഴിക്കാറുമുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ കൊണ്ടോ എന്തോ ഫുഡ് കഴിക്കാൻ നല്ല മടിയായിരുന്നു ആൾക്ക്. പപ്പടവും കോഴിമുട്ടയും. അവിടുത്തെ ബിരിയാണിയിൽ നമുക്ക് കോഴിമുട്ട എക്സ്ട്രാ കിട്ടാറുണ്ട്. അത് കഴിച്ചു. അതിനുശേഷം ഇരിക്കാൻ നല്ല മടിയായിരുന്നു. ഇരിക്കുന്ന പ്രകൃതമല്ല ദുർഗയ്ക്ക്. ഇങ്ങനെ കറങ്ങി നടക്കണം. പക്ഷെ ഞാൻ തനിയെ ആയതുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സീറ്റ് കണ്ടോ, അവിടേക്ക് അങ്ങോട്ട് ഇരുന്നപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പിന്നെ അവിടെ സുഖമായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ലുലുവിൽ കയറിയപ്പോൾ അവിടെ കല്യാണിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പുള്ളിക്കാരിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പിന്നെ എക്സലേറ്ററിൽ കയറുമ്പോൾ പുള്ളിക്കാരിക്ക് അപ്പം തന്നെ സ്റ്റെപ്പ് കയറണം. പിന്നെ ഒരു ചോക്ലേറ്റ് എടുത്തു. ബില്ലിങ് എവിടെയാണെന്ന് തപ്പുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ആൾ ഭയങ്കര ആക്റ്റീവാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ മാത്രമേ ഒരു പാനിക്കായിട്ടുള്ള ഒരു ഫേസ് ഞാൻ കണ്ടത്. പിന്നെ ലുലുവിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കി. ഒന്നും പർച്ചേസൊന്നും ചെയ്തില്ല കാര്യമായിട്ട്. പക്ഷേ ഡ്രസ്സിങ്ങിൻ്റെ റേറ്റും പിന്നെ ബെഡ്ഷീറ്റ് അത് മെയിനാണല്ലോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പോകുന്നൊരു ഏരിയയാണ്. എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ബെഡ്ഷീറ്റ് തപ്പാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് കുറേ ബെഡ്ഷീറ്റൊക്കെ നോക്കി. പിന്നെ ജാക്കറ്റ് നോക്കി. കാരണം ഇനിയിപ്പം സീസൺ അതാണല്ലോ വരുന്നത്, തണുപ്പ് സീസണാണ്. സോ ജാക്കറ്റിൻ്റെ സെക്ഷൻ നോക്കി. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് നല്ലോണം ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു പിന്നെ ഫ്ലാഗിൻ്റെ മോഡലുള്ളത്. അത് കഴിഞ്ഞ് ദുർഗയ്ക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്തു. അവളത് കഴിച്ചു. ചെറിയ 2-3 ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.